അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. വെള്ളോറ പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനിക്കം ഭാഗത്താണ് റോഡരികിൽ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവായ കണ്ണൂർ DCC ട്രഷറർ പഴയങ്ങാടി വെങ്ങരയിലെ KV രാമചന്ദ്രൻ അന്തരിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വീട്ടിൽ എത്തിച്ചു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വെങ്ങര സമുദായ ശ്മശാനത്തിൽ നടക്കും. സാക്ഷരതയിൽ മുന്നിലെന്ന് അവകാശപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് കേരളീയരാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ അഭിപ്രായപ്പെട്ടു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന MV രാഘവന്റെ 10ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വെള്ളോറ പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനിക്കം ഭാഗത്താണ് റോഡരികിൽ പുലിയെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വെള്ളോറയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഭീതിയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് അധികൃതർ വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെരുവാമ്പയിൽ വ്യാപാരം നടത്തുന്ന പെരുമ്പടവ് സ്വദേശി P റാഷിദ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ രാത്രി 8:30 അനിക്കം ഭാഗത്ത് റോഡരികിൽ പുലിയെ കണ്ടതായി പറയുന്നു. ഭയന്നുപോയ റാഷിദ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഷോപ്പ് അടച്ചിട്ട് പോകുന്ന സമയത്ത് അനിക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബൈക്ക് കൊടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ വണ്ടിൻ്റെ മുന്നിൽ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ആ സാധനത്തിന് കണ്ട ഒരാൾ സ്റ്റക്കായി പോയാണ്. എന്നിട്ട് ഞാൻ അവിടുന്ന് തൊട്ടപ്പുറം വീട്ടിലുണ്ട്, അവിടത്തേക്ക് ഓടി കയറിയതാണ്. സാധനം മെല്ലെ പോകുന്നുണ്ട്. സംഭവം ഓടിയിട്ടുണ്ടായിട്ടാ എൻ്റെ ഞാൻ ആ സാധനം കണ്ട ശേഷം ഞാൻ ആ സ്റ്റക്കായി പോയി ആളാണ്. അതിനുശേഷം ഫോറസ്റ്റാറെ വിളിച്ചിട്ട് ഫോറസ്റ്റാർ വന്നിട്ട് അവർ സ്ഥിരീകരിച്ച് അവർ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. കക്കറയിൽ വളർത്തുനായെയും കടവനാട് ആടിനെയും അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു. ഇതിനുശേഷമാണ് ഈ ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പുലിയെ നിരീക്ഷിക്കുന്നതിനായി 6ഓളം ക്യാമറകൾ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുതിർന്ന കോൺഗ്രസ് നേതാവായ കണ്ണൂർ DCC ട്രഷറർ പഴയങ്ങാടി വെങ്ങരയിലെ KV രാമചന്ദ്രൻ അന്തരിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിൽ എത്തിച്ചു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വെങ്ങര സമുദായ ശ്മശാനത്തിൽ നടക്കും. പയ്യന്നൂർ കോളേജ് ഭരണസമിതി പ്രസിഡന്റും കണ്ണൂർ DCC ട്രഷററുമായ KV രാമചന്ദ്രൻ മാസ്റ്റർ നിര്യാതനായി. മാടായി സർവീസ് ബാങ്ക് പ്രസിഡന്റ്, കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനായിരുന്നു. കണ്ണൂർ DCC ഓഫീസിലും പഴയങ്ങാടി ടൗണിലും പയ്യന്നൂർ ഗാന്ധി പാർക്കിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, DK ഗോപിനാഥ്, MB ഉണ്ണികൃഷ്ണൻ, KT സഹദുള്ള, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം വെങ്ങരയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വെങ്ങര സമുദായ ശ്മശാനത്തിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സാക്ഷരതയിൽ മുന്നിലെന്ന് അവകാശപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് കേരളീയരാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ അഭിപ്രായപ്പെട്ടു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിലെ സോഷ്യലിസ്റ്റ് ആശയക്കാരുടെ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലെ PR നഗറിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുൻ MP കൂടിയായ ശ്രേയാംസ് കുമാർ. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയുടെ വിപുലീകരണം കേരളത്തിൽ നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. KCEC സംസ്ഥാന വൈസ് പ്രസിഡന്റ് O മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. TV ബാലകൃഷ്ണൻ, M കുഞ്ഞമ്പാടി, ഹരീഷ് കടത്തൂർ, M മനു, K ചന്ദ്രൻ, T അജിത, PV തമ്പാൻ, രവീന്ദ്രൻ കുന്നോത്ത്, മധു മേപ്പൂക്കട, EV ഗണേശൻ, രാമചന്ദ്രൻ കുയ്യണ്ടി, PP രാജൻ, KP ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചാ ക്ലാസ്സിൽ മനയത്ത് ചന്ദ്രൻ വിഷയാവതരണം നടത്തി. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ക്ലാസും റിപ്പോർട്ട് അവതരണവും നടക്കും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും മുൻ സഹകരണ മന്ത്രിയുമായിരുന്ന MV രാഘവന്റെ 10ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും മുൻ സഹകരണ മന്ത്രിയുമായിരുന്ന MV രാഘവന്റെ 10ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് PI ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. UK മനോഹരൻ, PV മധുസൂദനൻ, OV സീന, MK സജിത് കുമാർ, ഉഷ ഗോപാലൻ, TV ഷാജി, K ശാലിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ താവത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി എതിർദിശയിൽ നിന്നും വന്ന ഓട്ടോയിലും നിർത്തിയിട്ട ഗുഡ്സിലും ബൈക്കിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോയുമായി കൂട്ടിയിടിച്ച കണ്ടെയ്നർ ലോറി നിർത്തിയിട്ട ഗുഡ്സിലും ബൈക്കിലും ഇടിച്ചു. അപകടത്തിൽ തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ വൈജു മുരിക്കലിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോയിലെ യാത്രക്കാരി ചെറുകുന്ന സ്വദേശിനിക്കും നിസ്സാര പരിക്കേറ്റു. വാഹനത്തിരക്കുള്ള റോഡ് കൂടിയാണിത്. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നതും നഗരസഭാ പരിധിയിൽ അലക്ഷ്യമായി നിക്ഷേപിച്ച സ്ഥാവര ജംഗമ വസ്തുക്കൾ നീക്കം ചെയ്യണമെന്നും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണൻ PP അറിയിച്ചു. അല്ലാത്തപക്ഷം നഗരസഭ ഇത് കണ്ടുകെട്ടി ചിലവ് വസൂലാക്കി നിയമലംഘനത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛ് സർവേക്ഷൺ 2024 നഗര റാങ്കിംഗ് ക്ലാസിഫിക്കേഷൻ നടന്നുവരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗര സൗന്ദര്യവും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും മുഖ്യ ഘടകമായ സാഹചര്യത്തിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നതും നഗരസഭാ പരിധിയിലും റോഡരികിലും പൊതുസ്ഥലത്തും സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, മറ്റുള്ളവരുടെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾ, ബാനറുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, കൊടിത്തോരണങ്ങൾ തുടങ്ങിയവ 3 ദിവസത്തിനകം സ്വന്തം ഉത്തരവാദിത്വത്തിൽ നീക്കം ചെയ്യേണ്ടതാണെന്നും അല്ലാത്തപക്ഷം നഗരസഭ ഇത് കണ്ടുകെട്ടി ചിലവ് വസൂലാക്കി നിയമലംഘനത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണൻ PP അറിയിച്ചു. പിന്നെ നഗരശുചിത്വം, സൗന്ദര്യവൽക്കരണം, അതാണ് നമ്മുടെ ഉത്തമമായ ആശയം വരുന്നത്. അതിൻ്റെ ഭാഗമായി പെരുമ്പ മുതൽ നമ്മുടെ കേളോത്ത് വരെയുള്ള ഭാഗത്ത് നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തും ചെടികൾ വെച്ച് സൗന്ദര്യവൽക്കരണം നടത്തി വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ പെരുമ്പ ക്ലോക്ക് ടവറിൽ നമ്മുടെ ഒരു കാക്കയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്ത് വലിയൊരു ബോധവൽക്കരണത്തിന് നമ്മൾ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിൻ്റെ അത്യധികമായ ഉപയോഗം ജനങ്ങളിലേക്ക് അതിൻ്റെ ഭവിഷ്യത്ത് എത്തിക്കുന്നതിന് 100 വർഷത്തിലേറെ ആയുർദൈർഘ്യമുള്ള ആമയ്ക്ക് നേരിടുന്ന ഒരു വംശനാശ ഭീഷണി പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രം നമ്മുടെ ഉണ്ണി കാനായി എന്ന പ്രമുഖ കലാകാരൻ അവിടെ നിർവഹിച്ച് നമ്മൾ അത് നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച് നമ്മൾ മുന്നേറി വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
നാട്ടുവാർത്തകളുമായി കരിവെള്ളൂരിൽ റേഡിയോ സംപ്രേഷണം തുടങ്ങി. നവംബർ 1 മുതലാണ് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ വാർത്തകളുമായി റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ നാട്ടുവാർത്തകളുമായി കരിവെള്ളൂരിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് ആദ്യ സംപ്രേഷണം നടന്നത്. നാട്ടുവാണി എന്നാണ് ഈ പ്രക്ഷേപണ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. നാളെ പയ്യന്നൂരിൽ ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയാവുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കുഞ്ഞു ചിത്രകാരനും മുത്തപ്പനും. ബഡ്സ് സ്കൂൾ കാർഷിക പദ്ധതിക്ക് ദീപ്തമായ തുടക്കം. എല്ലാ വെള്ളിയാഴ്ചയും 5 മണിക്കാണ് പ്രക്ഷേപണം. പിറ്റേ ദിവസം പുനഃസംപ്രേക്ഷണവുമുണ്ട്. നാട്ടുവർത്തമാനം, ചരമവാർത്തകൾ, കഥകൾ, കവിതകൾ, പഴയകാല ചലച്ചിത്രഗാനങ്ങൾ, നേതാക്കന്മാരുടെ ശബ്ദം, ഇങ്ങനെ പോകുന്നു ഇതിൽ സംപ്രേഷണം ചെയ്യുന്നവ. പലിയേരിക്കോവലിലെ പി ഗംഗാധരൻ മുരളി മാസ്റ്ററുമായി ചേർന്നാണ് പരിപാടികൾ ഒരുക്കുന്നത്. ഗംഗാധരന് റേഡിയോയോടുള്ള കമ്പം ചെറുപ്പം മുതലേ തുടങ്ങിയതാണ്. സ്വന്തമായി റേഡിയോ നിർമ്മിച്ച വ്യക്തിയാണ് ഗംഗാധരൻ. ഇങ്ങനെ റേഡിയോ കമ്പം മൂത്ത് സ്വന്തമായി പരിപാടികൾ തയ്യാറാക്കി റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഞാനും മുരളി മാഷും കൂടെ നാട്ടുമണി എന്ന ഒരു സംരംഭം ഉണ്ടാക്കി ഞങ്ങളത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നാട്ടിലെ കാര്യങ്ങൾ, ഇവിടെ നാട്ടിൽ നടക്കുന്ന വാർത്തകൾ, അങ്ങനെ പല കാര്യങ്ങളും അതിൽ, അതുപോലെ എന്താ കിട്ടുന്നത് അതല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കാന്നുള്ള ഒരു സംരംഭം തുടങ്ങിയതാണ്. അത് എത്രത്തോളം വിജയിക്കും എന്നറിയില്ല. കരിവെള്ളൂർ ബസാറിൽ നീതി മെഡിക്കൽസിന്റെ അടുത്തുള്ള ഗംഗാധരന്റെ കടയുടെ മുൻപിലെ സ്റ്റാൻഡിൽ വെച്ചാണ് റേഡിയോ നാട്ടുവർത്തമാനം പറയുക. ഇതിനു പിന്നിൽ വലിയ അധ്വാനമുണ്ടെന്നാണ് ഗംഗാധരൻ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി താവം മേഖലയിലെ കണ്ടൽക്കാടുകൾക്ക് ഭീഷണിയായി മാലിന്യം തള്ളൽ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചാക്കിൽ കെട്ടി തള്ളുകയാണ് ഇവിടെ. പഴയങ്ങാടി താവം മേഖലയിൽ വ്യത്യസ്തങ്ങളായ നിരവധി കണ്ടലുകളുണ്ട്. സംരക്ഷിക്കപ്പെടേണ്ട ഇത്തരം കണ്ടൽക്കാടുകൾക്കിടയിൽ മാലിന്യങ്ങൾ തള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രകൃതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒപ്പം അറവു മാലിന്യങ്ങളും ഡയപ്പർ ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങളും ചാക്കുകെട്ടുകളിലാക്കിയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ തള്ളിയിട്ടുള്ളത്. രാത്രിയുടെ മറവിലാണ് പലരും ഇത് പതിവാക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് അധികം ജനവാസമില്ലാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരിതായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണെങ്കിൽ അപൂർവ ഇനം കണ്ടലുകൾ, വ്യത്യസ്തമായ 10-14 തരം കണ്ടലുകൾ തന്നെ ഈ മേഖലകളിലുണ്ട്. അപ്പോൾ അതിനെല്ലാം നാശം സംഭവിക്കുന്ന തരത്തിലാണ് ഇപ്പം ഈ മാലിന്യങ്ങൾ, അറവ് മാലിന്യങ്ങൾ, പിന്നെ വീട്ടിൽ നിന്നുണ്ടാവുന്ന മറ്റുള്ള മാലിന്യങ്ങളെല്ലാം, കൂടാതെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് അതുപോലെ കുപ്പികൾ, അങ്ങനെയെല്ലാം കൊണ്ടുവന്ന് ഒരു ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇത്. ആൾതാമസമില്ലാത്ത സ്ഥലം കണ്ടെത്തി അവിടെ മാലിന്യം കൊണ്ടിടുകയാണ് പതിവ്. ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും പ്രദേശത്ത് CCTV ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പാലത്തറ ദേശീയപാതയിൽ പൊടിശല്യം രൂക്ഷമാകുന്നു. ഇതുവഴി കടന്നുപോകുന്ന കാൽനടയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് ഏറെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ദേശീയപാതയിൽ കരിവെള്ളൂർ പാലത്തറ ഭാഗത്ത് പൊടിശല്യം രൂക്ഷമാകുന്നു. ഓരോ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും പൊടിശല്യം വർദ്ധിക്കുന്നു. ഇത് കാൽനടയാത്രക്കാരെയും ബൈക്ക് യാത്രക്കാരെയും കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. പാലത്തറ പാലം പണി നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഒരേ വഴി തന്നെയാണ് കടന്നു പോകുന്നത്. റോഡ് നിർമ്മാണത്തിന് കൊണ്ടുപോകുന്ന മണ്ണ് വീണാണ് ഇത്രയും പൊടിശല്യം ഉണ്ടാകുന്നത്. സാധാരണ നിർമ്മാണ കമ്പനി ഇത്തരം സ്ഥലങ്ങളിൽ വെള്ളമൊഴിക്കാറുണ്ടെങ്കിലും ഈ ഭാഗത്തെ മറന്ന മട്ടാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നാടകത്തെ കൈവിടാതെ പ്രേക്ഷകർ. 4 നാൾ നീണ്ടുനിന്ന KPSCയുടെ നാടകരാവുകൾക്ക് വേദിയൊരുക്കിയത് പയ്യന്നൂരിലെ ദൃശ്യ ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ്. ജനങ്ങൾ ഇരുകൈകളും നീട്ടിയാണ് KPSCയുടെ നാടകത്തെ സ്വീകരിച്ചത്. 1950 രൂപീകൃതമായ KPSCയുടെ നാടകങ്ങളെല്ലാം ജനങ്ങൾ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരുന്നത്. അതിനൊട്ടും മാറ്റുകുറയാതെ തന്നെയാണ് ജനങ്ങൾ ഇന്നും KPSCയുടെ നാടകത്തെ സ്വീകരിച്ചത്. 50കളിലെ പ്രമേയങ്ങളെ പുതുതലമുറയടക്കം ഇന്നും സ്വീകരിച്ചുവെന്നതിന്റെ നേർസാക്ഷ്യമാണ് നാടകരാവുകളിൽ എത്തിച്ചേർന്ന ആബാലവൃദ്ധം ജനങ്ങൾ. 13 വർഷമായി KPSCയുടെ നാടകങ്ങളിൽ സജീവ സാന്നിധ്യമായ അനിതയ്ക്കും പറയാനുണ്ട് ഏറെ. KPSCയുടെ വിവിധ നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങളിനെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, അങ്ങനെ വിവിധ നാടകങ്ങൾ. ഇപ്പോൾ ദൃശ്യയുടെ കലാവിരുന്നോടനുബന്ധിച്ച് പയ്യന്നൂരിൽ 4 നാടകങ്ങൾ KPSCയുടെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ 3 നാടകങ്ങളോളം കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്.
ഇന്ന് ഒറൂബിൻ്റെ ഉമ്മാച്ചു ഒരു നാടകമാക്കി KPSC അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, ഒളിവിലെ ഓർമ്മകൾ, ഉമ്മാച്ചു എന്നീ നാടകങ്ങളാണ് പയ്യന്നൂരിലെ ജനങ്ങൾക്കായി ദൃശ്യയുടെ നേതൃത്വത്തിൽ വേദിയിലെത്തിച്ചത്. നാടകരാവുകളിൽ എത്തുന്നവർക്ക് സംഘാടകർ നൽകിയ ചുക്കുകാപ്പിയും അരിമുറുക്കും വേറിട്ട കാഴ്ചയായി. CMP പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MVRന്റെ 10ാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിച്ചു. പയ്യന്നൂർ LIC ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് പ്രകടനവും നടന്നു. നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ CMP പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MVRന്റെ 10ാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിച്ചു. പയ്യന്നൂർ LIC ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CMP കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി B സജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് പ്രസക്തിയേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഖാവ് MVR അദ്ദേഹത്തിൻ്റെ പരുക്കനായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിരിയില്ലാത്ത മുഖമാണ് കേരളത്തിലെ ജനങ്ങളുടെ ചുറ്റിലുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു സഖാവ് MVR. AKG ആശുപത്രി കേരളത്തിനകത്ത് സഹകരണ മേഖലയിൽ AKG ആശുപത്രി കെട്ടിപ്പടുക്കുന്നതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് MVR സ്നേക്ക് പാമ്പ് വളർത്തു കേന്ദ്രം പറശ്ശിക്കടവിൽ, അതോടനുബന്ധിച്ച് ആയുർവേദ ആശുപത്രി, ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ആയുർവേദ ആശുപത്രി കൊള്ളുന്നത്. ഏറ്റവും പ്രസക്തമെന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജാണ്. ഉത്തര മലബാറിലെ ആളുകൾക്ക് ജില്ലാ കൌൺസിൽ അംഗം PP കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന അംഗം KV ദാമോദരൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി P രത്നാകരൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ M ശ്രീധരൻ, TP ഗംഗാധരൻ, മഹിളാ ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി P രജനി എന്നിവർ സംസാരിച്ചു. VK രാമചന്ദ്രൻ, P ലക്ഷ്മണൻ, K പത്മരാജൻ, C സുന്ദരൻ, V മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ നടീലുദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ മരിക്കുന്നില്ല, കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ നടീലുദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് K അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ അനൂജ രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. SMC ചെയർമാൻ K ഗോവിന്ദൻ, പ്രിൻസിപ്പൽ P ഉണ്ണികൃഷ്ണൻ, മദർ PTA പ്രസിഡന്റ് ഹസീന കബീർ, VV ഭാർഗവൻ, P മോഹനൻ, കൃഷി അസിസ്റ്റന്റ് സന്ദീപ് എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് P സുലേഖ, KM ലീന തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂൾ കാർഷിക ക്ലബ്ബും ഹരിതസേനയുമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ തൃക്കരിപ്പൂരിൽ പുരോഗമിക്കുന്നു. ഡിസംബർ 22 മുതൽ 26 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും. കേരള സെപക് താക്രോ അസോസിയേഷൻ, സഹൃദയ തൃക്കരിപ്പൂർ, സെപക് താക്രോ ജില്ലാ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ജനകീയ സംഘാടക സമിതിയാണ് പ്രഥമ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ദേശീയ മത്സരത്തിന് കളമൊരുങ്ങുക. സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് VHSSൽ നടന്നു. റിട്ടയർഡ് ജില്ലാ പോലീസ് മേധാവിയും സ്പോർട്സ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ P ഹബീബ് റഹ്മാൻ, സെപക് താക്രോ അന്തർദേശീയ താരം തീർത്ഥാരാമൻ, ദേശീയ താരം K ശ്രേയ എന്നിവർക്ക് നൽകി ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഇനിയുള്ള ഒരു മാസക്കാലം നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ, നേരത്തെ ഇവിടെ അബ്ദുൾ റഹ്മാൻ അവർ സൂചിപ്പിച്ചതുപോലെ 10-15 ലക്ഷം രൂപ ബാധ്യത വരുന്ന ഈ മത്സരം ഇവിടെ നന്നായി നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ചടങ്ങിൽ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം M രജീഷ് ബാബു, സ്വാഗത സംഘം ജനറൽ കൺവീനർ Dr. VPP മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി KV ബാബു, സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VPU മുഹമ്മദ്, സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രതിനിധി K മധുസൂദനൻ, സെപക് താക്രോ പരിശീലകൻ MTP ബഷീർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാടായി ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച
എടനാട് വെസ്റ്റ് LP സ്കൂൾ ഘോഷയാത്ര നടത്തി. സ്കൂൾ കേന്ദ്രീകരിച്ചു നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഈ വർഷത്തെ മാടായി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എടനാട് വെസ്റ്റ് LP സ്കൂളിനായിരുന്നു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഘോഷയാത്രയുണ്ടായി. സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഈ വർഷത്തെ ശാസ്ത്രോത്സവത്തിലും പ്രവൃത്തി പരിചയമേളയിലും എടനാട് വെസ്റ്റ് LP സ്കൂളിനായിരുന്നു ഓവറോൾ കിരീടം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച നിറക്കൂട്ട് തെരുവോര ചിത്രരചന ശ്രദ്ധേയമായി. പ്രകൃതിയും തെയ്യവും എല്ലാം കൂറ്റൻ ക്യാൻവാസിൽ ചിത്രങ്ങളായി തെളിഞ്ഞു. യുദ്ധത്തിന്റെ ഭീകരതയും തെയ്യവും പഴയകാല ക്യാമറയുമെല്ലാം തെരുവോര ചിത്രരചനയിൽ നിറഞ്ഞു നിന്നു. AKPA 40ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പഴയങ്ങാടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് തെരുവോര ചിത്രരചന പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് നിറക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരന്മാരായ ഗോവിന്ദൻ മണ്ടൂർ, വാസവൻ പയ്യട്ടം, അനീഷ് ആര്യ, പ്രേമരാജ് കാരാട്ട് എന്നിവർ ചിത്രങ്ങൾ വരച്ചു. AKPA യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ ക്രിയേറ്റീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സുഗേഷ് BP, മാടായി മേഖലാ പ്രസിഡന്റ് രഞ്ജിത് കുമാർ, ശ്യാം വിസ്മയ, മനോജ് കാർത്തിക, വിനു സനം, വിതിലേഷ് അനുരാഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് സാന്ത്വന ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പരിഹാരമില്ലാത്തതാണെന്ന് ചോദിക്കുവാറുള്ളതല്ല, പരിഹാരം ഉണ്ടാക്കാൻ കുറച്ചുപേർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടായിക്കൊടുക്കണം. അപ്പൊ അതാണ് ഇതിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്നത്. സ്പിരിറ്റ് എന്ന സിനിമയിലെ ഒരു ഗാനമുണ്ട്, ഓർക്കുന്നുണ്ട്. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികത്ത്, ഇങ്ങനെ വാക്കളറിയാവുമല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞു, മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ നേരം ഇരിക്കണേ. ശില്പശാലയിൽ KSSPU ബ്ലോക്ക് പ്രസിഡന്റ് K ദാമോദർ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന പരിചരണം എന്ന വിഷയത്തിൽ ഡോക്ടർ VC രവീന്ദ്രൻ ക്ലാസ് എടുത്തു. K കരുണാകരൻ മാസ്റ്റർ, CK ദാമോദരൻ മാസ്റ്റർ, P കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷനും ചെറുതാഴം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന തൊഴിൽമേള ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷനും ചെറുതാഴം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാഷൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ E വസന്ത, ബ്ലോക്ക് കോർഡിനേറ്റർ കവിത VM, ജനപ്രതിനിധികളായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, TV കമല, KV ബിന്ദു, TP സരിത, TV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CDS മെമ്പർമാർ, കുടുംബശ്രീ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ മേളയിൽ പങ്കെടുത്തു. തൊഴിൽമേളയിൽ 20ലധികം തൊഴിൽദാതാക്കളും 300ലധികം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ DDU-GKY പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അധ്യാപന രംഗത്ത് പതിറ്റാണ്ടുകൾ സേവനം ചെയ്ത് വിരമിച്ച കാസർഗോഡ് ജില്ലയിലെ അറബിക് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനാവബോധ ക്ലാസുകളും വിനോദ പരിപാടികളുമായി വിരമിച്ച അധ്യാപകരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ ഒരുമിച്ച് ചേർന്നത്. റിട്ടയർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു.
RATF സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുക്കോല അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് അംഗം VK സുനീറ, RATF ജില്ലാ പ്രസിഡന്റ് AB അബ്ദുള്ള, സെക്രട്ടറി മുഹമ്മദ് അലി ചെർക്കള, KT കുഞ്ഞുമൊയ്തീൻ, M വിനോദ്, MK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ബോധന സംഗമം കൈക്കോട്ടുകടവ് ജുമാ മസ്ജിദ് ഖത്തീബ് MA ജാഫർ സാദിഖ് സാദി ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ CT സുലൈമാൻ, P മൂസക്കുട്ടി, ബഷീർ വെള്ളിക്കോത്ത് എന്നിവർ ക്ലാസ് എടുത്തു. സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AGC ബഷീർ, അറബിക് സ്പെഷ്യൽ ഓഫീസർ TP ഹാരിസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളോറ പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനിക്കം ഭാഗത്താണ് റോഡരികിൽ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവായ കണ്ണൂർ DCC ട്രഷറർ പഴയങ്ങാടി വെങ്ങരയിലെ KV രാമചന്ദ്രൻ അന്തരിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വീട്ടിൽ എത്തിച്ചു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വെങ്ങര സമുദായ ശ്മശാനത്തിൽ നടക്കും. സാക്ഷരതയിൽ മുന്നിലെന്ന് അവകാശപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് കേരളീയരാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ അഭിപ്രായപ്പെട്ടു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന MV രാഘവന്റെ 10ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.